നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രയർ മെഷീനുകളാണ്. അപ്പൊ അതിന്റെ ഉള്ള ഗുണഗണങ്ങളും വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിൽ കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന മെഷീനുകൾ നമുക്ക് സാധാരണ ഫ്ലോർ മില്ല് മുതൽ ഹൈ എൻഡ് സൂപ്പർ മാർക്കറ്റ് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. മുളക്, മല്ലി, മഞ്ഞൾ തുടങ്ങി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാതും നമുക്ക് ഈ മെഷീനുകളോട് ഉണക്കി വേറൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് കൂടുതൽ കൺസ്യൂം ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ പല ഐറ്റത്തിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ക്യാരറ്റിന്റെ പുട്ടുപൊടി, അതുപോലെ തന്നെ ബീട്രൂട്ട് പുട്ടുപൊടി, ന്യൂട്രിമിക്സ്. ഈ ന്യൂട്രിമിക്സിലൊക്കെ നമുക്ക് പല രീതിയിലുള്ള സാധനങ്ങൾ ഡ്രൈ ചെയ്താലാണ് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ചക്കര പൗഡർ, അങ്ങനെ പല രീതിയിലുള്ള ഐറ്റംസ് നമുക്ക് ഈ ഡീഹൈഡ്രേറ്റ് വഴി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ ഓണാക്കാൻ പോകുന്നത് മൾട്ടി ഡ്രയർ എന്ന് പറഞ്ഞ മെഷീനാണ്. ഇനീഷ്യലി നമ്മളിത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടെമ്പറേച്ചർ കൺട്രോളിൽ നമുക്ക് ഇനീഷ്യലി ഉള്ള ടെമ്പറേച്ചർ ഇപ്പൊ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇതിൽ 39 ഡിഗ്രിയാണ് ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ. ഈ മെഷീൻ നമ്മളിപ്പോൾ ട്രയൽ ചെയ്ത് നോക്കണ മെഷീനിൽ ഏകദേശം 7 ട്രൈ ആണുള്ളത്. ഇതിൽ മെയിനായിട്ട് 3 ഹീറ്റിംഗ് കോയിൽസ് ആണ് ഉണ്ടാവുക. ഹീറ്റിംഗ് കോയിൽ ചൂടാവുന്നതോടുകൂടി അതിന്റെ ഫ്രണ്ടിൽ ഫാൻ ഉണ്ടാവും. ആ ഫാൻ കൂടെ ഈ ടെമ്പറേച്ചർ ഈ മെറ്റീരിയലിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് ഡയറക്റ്റ് ഹീറ്റിംഗ് മെക്കാനിസത്തിലൂടെയാണ് ഈ മെറ്റീരിയൽസ് ഇതിൽ ഹീറ്റ് ആവുന്നത്. ഇതിലൊരു മണിക്കൂർ നമുക്ക് ഏകദേശം വർക്ക് ചെയ്യാനായിട്ട് ഏകദേശം 1 കിലോ വാട്ട് കറണ്ടാണ് നമുക്ക് ആവശ്യം വരിക. സോ അടുത്തതായി നമ്മൾ ഹീറ്റ് പമ്പ് ഫുഡ് ഡീഹൈഡ്രേറ്റർ ഓൺ ചെയ്യാൻ പോവാണ്. ഇതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈമിൾട്ടേനിയസിലായിട്ട് ഇതിലുള്ള ടെമ്പറേച്ചറും അതിന്റെ ഹ്യൂമിഡിറ്റി നമുക്ക് അറിയാൻ പറ്റും. അറ്റ് പ്രസന്റ് ഈ മെഷീനിൽ നമ്മളൊന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 ഡിഗ്രിയാണ്. ഇതിലുള്ള ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞത് ഏകദേശം 36 to 37% ആണ് നമ്മുടെ ഹ്യൂമിഡിറ്റി വരുന്നത്. നമ്മൾ സാധാരണ ഒരു മെറ്റീരിയൽ നമ്മൾ ഡ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഇതിന്റെ ഹ്യൂമിഡിറ്റി നമുക്ക് 10% താഴ്ത്തിക്ക് കൊണ്ടുവരാണ് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ഏകദേശം അതിന് വയ്ക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 ഡിഗ്രിയാണ്. ഈ മെഷീന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ എന്ന തത്വത്തിന് അനുസൃതമായിട്ടാണ് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എ സി വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർനോട്ട് സൈക്കിൾ ആണ്. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ തണവാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് ചൂടാണ്. അപ്പൊ അതിന്റെ റിവേഴ്സ് ആയിട്ടുള്ള സൈക്കിളിലാണ് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത്. കണ്ടൻസേഷൻ ആയാലും റെഫ്രിജറേഷൻ ആയാലും അതിന്റെ ബേസിക് തത്വങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ മെഷീൻ വരുന്നത്. ഇതിൽ നമുക്ക് 8 ട്രേ ഉള്ള ഒരു സ്റ്റാക്ക് പ്രകാരം 2 അതായത് 16 ട്രേകളാണ് നമുക്ക് ഈ മെഷീനിൽ ഉണ്ടാവുക. ഏകദേശം ഇതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ അതിന്റെ അരോമയും കാര്യങ്ങളും ഒന്നും പുറത്തു പോവാതെ ഒരു ക്ലോസ് ലൂപ്പ് ആയിട്ട് ഇത് വർക്ക് ചെയ്യണ കാരണം ഇതിന്റെ ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഏകദേശം നമ്മൾ സ്ലൈസ് ആയതായിരുന്നു വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ ഈ മെഷീന്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. ഇപ്പം നമ്മുടെ ഈ ചേമ്പറിന്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസും ഇതിന്റെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 59 to 60% വരെയാണ് ഇതിന്റെ ഹ്യൂമിഡിറ്റി ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മെറ്റീരിയൽ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഒരു 10% കുറഞ്ഞു വരണം. അപ്പം നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിലുള്ള ഈ സെറ്റ് വാല്യൂ കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂ 10 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കും. അതുപോലെ തന്നെ ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത് സെറ്റ് അമർത്തി പിടിച്ച് വെക്കുക. ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യും. ഇപ്പം നമ്മൾ ഇതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 60 ഡിഗ്രിയാണ്. ഇത് മറ്റേതിൽ പോലെ തന്നെ കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഇതിലും സാധിക്കും. അടുത്തായി നമുക്ക് ഡ്രയറിലേക്ക് നമ്മുടെ ഓരോ ട്രൈകൾ നമുക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാം. ഇതിലിപ്പോൾ ഉള്ള ടെമ്പറേച്ചർ 36 ഡിഗ്രിയാണ്. നമുക്കത് സെറ്റ് വാല്യൂ ഇതിൻ്റെ വരുന്നത് ഏകദേശം 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. 60 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ നമ്മൾ സെറ്റ് വാല്യൂ ചെയ്യാൻ പാടില്ല ഡീഹൈഡ്രേറ്ററിൽ. ഇപ്പം നമ്മൾ ഏകദേശം 8 മണിക്കൂറോളം നമ്മുടെ ഈ മെഷീൻ ഡീഹൈഡ്രേറ്റർ നമ്മൾ പ്രവർത്തിപ്പിച്ചു. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറും അതിൻ്റെ ഹ്യൂമിഡിറ്റി, അതായത് ടെമ്പറേച്ചർ ഏകദേശം 59ഉം ഹ്യൂമിഡിറ്റി 9% അവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മെഷീൻ തുറന്നിട്ട് ഡ്രൈനെസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓഫ് ചെയ്യണം മെഷീൻ. എടുത്ത് നോക്കാം നമുക്ക്.
നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കളറിലും കാര്യങ്ങളിലൊന്നും വലിയ വ്യത്യാസം കാണുന്നില്ല. ഈ കാണുന്നത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് കണ്ടൻസ് ചെയ്ത് വന്നിട്ടുള്ള വാട്ടറാണ്. അതായത് ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഡ്രൈ ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന വെള്ളം പുറത്തു വന്നിട്ടുള്ളതാണ്. ഡ്രയർ ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ 60 ഡിഗ്രിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് മെഷീൻ ഓഫ് ചെയ്തിട്ട് മെറ്റീരിയൽ നമുക്ക് പുറത്തെടുത്തിട്ട് അതിന്റെ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് 2 ഡ്രയറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല രീതിയിൽ ഇത് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഷെൽഫ് ലൈഫ്, അതായത് ഈ സാധനങ്ങൾ ഡ്രൈ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങളിലാണ് സൂക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് പൊടിച്ചിട്ടും ഡയറക്റ്റ് ആയിട്ട് നമുക്കിത് പല രീതിയിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നമ്മൾ 2 മെഷീനും ഏകദേശം 8 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് സെയിം കണ്ടീഷനിൽ, അതായത് 60 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഏകദേശം 8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചു. അതിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ടിലും ഏകദേശം തത്തുല്യമായ സെയിം ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. നല്ല രീതിയിലുള്ള ഡ്രൈനസ് രണ്ടിലും നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡീഹൈഡ്രേറ്ററെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് അതിലുള്ള മെറ്റീരിയൽസിന്റെ അരോമ നഷ്ടപ്പെടാതെ തന്നെ ഇതിന്റെ ടേസ്റ്റും അരോമയും അതിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഈ 2 മെഷീനുകളും കസ്റ്റമറുടെ ആവശ്യാനുസരണം പല സൈസിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടേതായ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഈ ഡ്രയറിൽ, ഹീറ്റ് പമ്പ് ഡ്രയറിലോ നിങ്ങൾക്ക് ടെസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം. കൂടുതൽ വിശദാംശങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. താങ്ക് യു.